ഭാരതാംബ വിവാദത്തിൽ ഗവർണറുമായുള്ള പോരിൽ വിട്ടുവീഴ്ച വേണ്ടെന്ന് സിപിഎം തീരുമാനം. കേരള സർവകലാശാലയിലേക്ക് എസ്എഫ്ഐ നടത്തിയ മാർച്ചിന് പിന്തുണയുമായി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനെത്തി. എസ്എഫ്ഐ നടത്തുന്ന പോരാട്ടം ഡിവൈഎഫ്ഐ ഏറ്റെടുക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജും പ്രഖ്യാപിച്ചു. മുൻ ഗവർണറേക്കാൾ കടുപ്പമാണ് നിലവിലെ ഗവർണർ എന്നായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ പ്രതികരണം. പിടിച്ചതിനേക്കാൾ വലുതാണ് മാളത്തിലെന്ന അവസ്ഥയിലാണ് സിപിഎം. ആരിഫ് മുഹമ്മദ് ഖാൻ റോഡിലിറങ്ങി ബഹളമുണ്ടാക്കിയെങ്കിൽ രാജ്ഭവനിൽ ഇരുന്ന് ആശയപരമായ ഇടപെടലാണ് രാജേന്ദ്ര അർലേക്കർ നടത്തുന്നത്. ഇതോടെയാണ് ഗവർണറോട് വിട്ടുവീഴ്ച വേണ്ടെന്ന സിപിഎം തീരുമാനം. കേരള സർവകലാശാലയിലേക്ക് എസ്എഫ്ഐ നടത്തിയ പ്രതിഷേധ മാർച്ചിന് പിന്തുണയുമായി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ എത്തി. അവർ സമരവുമായിട്ട് മുന്നോട്ടേക്ക് പോകുകയാണെന്നാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത്. ആ സമരം ശക്തിയായിട്ട് ഇനിയും തുടരും. ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നതല്ല, സമരം ഇനിയും തുടരും. ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിക്കാൻ പ്രോ വൈസ് ചാൻസലർക്കും വൈസ് ചാൻസലർക്കും എല്ലാം സാധിക്കണം. നിലപാട് തുടർന്നാൽ ഗവർണറെ വഴിയിൽ തടയുമെന്ന് ഡിവൈഎഫ്ഐ. നമുക്ക് കാണാം, നിയമവിരുദ്ധമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾക്കാണ് അവർ നേതൃത്വം കൊടുക്കുന്നത് കാത്തിരുന്നു കാണാം. അങ്ങനെ പിരിച്ചുവിട്ടാലൊന്നും ഇല്ലാതായി പോവില്ല. ഇവിടെ സിൻഡിക്കേറ്റിന്റെ അധികാരത്തിലുള്ള കാര്യമാണ് രജിസ്ട്രാറുടെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അച്ചടക്ക നടപടികൾ. അതല്ലേ ഇവര് ദുരുപയോഗപ്പെടുത്തിയത്. ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ കടുപ്പമാണ് രാജേന്ദ്ര അർലേക്കർ എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. ഇതിപ്പോ അതിനേക്കാളും കുറച്ചുകൂടി കടുപ്പത്തിലായി എന്നുള്ളതാണ്. വൈസ് ചാൻസലർ രജിസ്ട്രാറെ നിയമിക്കുന്ന ആളല്ല. രജിസ്ട്രാറുടെ അച്ചടക്ക നടപടി സ്വീകരിക്കാനായിട്ട് അധികാരമുള്ളത് സിൻഡിക്കേറ്റിനാണ്. രാജേന്ദ്ര അർലേക്കർ ഗവർണറായെത്തിയപ്പോൾ സംയമനപാതയിലായിരുന്ന സർക്കാർ പുതിയ നിലപാടിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലിലാണ്. ഇതിൽ വിട്ടുവീഴ്ച വേണ്ടെന്ന് സിപിഎമ്മും തീരുമാനിച്ചതോടെ ഗവർണറോടുള്ള രാഷ്ട്രീയ പോരാട്ടം കടുക്കും. മീഡിയ 1 തിരുവനന്തപുരം.